ഒന്നുകിൽ ബാവ മാളിയേക്കൽ അല്ലെങ്കിൽ PR കുഞ്ഞുണ്ണി. UDF LDF മുന്നണികൾ ഒപ്പത്തിനൊപ്പം എത്തിയതോടെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരിൽ ആരാകുമെന്ന ആകാംക്ഷയിലാണ് തൃത്താലക്കാരിപ്പോൾ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ UDF LDF മുന്നണികൾക്ക് തുല്യ സീറ്റ് നിലയാണ്. ആകെ 16 അംഗങ്ങളുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ UDFൽ നിന്നും LDFൽ നിന്നും 8 വീതം അംഗങ്ങളാണ് വിജയിച്ചു വന്നത്. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കുന്നത് നറുക്കെടുപ്പ് വഴിയാകുമെന്നാണ് സൂചന. EP ഗോപാലകൃഷ്ണൻ, മാളിയേക്കൽ ബാവ, P ദിവ്യ, UT താഹിർ, അബ്ദുൾ റഹ്മാൻ, KK, ഹുസൈൻ പുളിയഞ്ഞാലിൽ, സൗമ്യ ഹരീഷ്, സക്കീന എന്നിവരാണ് UDFൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളായി വിജയിച്ചത്. LDFൽ നിന്നും പ്രജിഷ് KP, മായ അശോകൻ, രവി പ്രകാശ്, രജിഷ M, PR കുഞ്ഞുണ്ണി, നീതു ടീച്ചർ, അഖില ജീവൻ, ജിജി S എന്നിവരും വിജയിച്ചു. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള തൃത്താലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഏതു വശത്തേക്ക് തിരിയുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങളും. അതേസമയം നറുക്ക് ലഭിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുമുന്നണികളിൽ നിന്നും 2 പേരുകളാണ് ഉയരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി ബാവ മാളിയേക്കലിന്റെ പേരാണ് കോൺഗ്രസിൽ നിന്നും ഉയരുന്നത്. തൃത്താല മണ്ഡലത്തിലെ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാക്കളിലൊരാളാണ് ബാവ മാളിയേക്കൽ. കൂടാതെ കഴിഞ്ഞ ബ്ലോക്ക് ഭരണസമിതിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃപാഠവും സേവന മനോഭാവവും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് നേതൃത്വം ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. അതേസമയം കൂറ്റനാട് ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച PR കുഞ്ഞുണ്ണിയുടെ പേരാണ് CPM നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു PR കുഞ്ഞുണ്ണി.